കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമ കാണാത്ത മലയാളികളുണ്ടാകില്ല. ആ ഒരൊറ്റ ചിത്രത്തിലൂടെ ഡോക്ടർ അമ്പിളിയായി മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി കൃഷ്ണ. കന്നഡക്കാരിയാണെങ്കിലും ശ്രുതി നമുക്കെല്ലാം പ്രിയങ്കരിയാണ്. നാടൻ സുന്ദരിയായി ഒരു പാവമുഖമുള്ള പെൺകുട്ടി. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും നടിയുടെ സൗന്ദര്യത്തിനോ രൂപത്തിനോ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കിടെ ശ്രുതിയുടെ വിശേഷങ്ങൾ മാധ്യമങ്ങളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ നടിയുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നടിയുടെ അച്ഛനും രണ്ടമ്മമാർക്കും സഹോദരിക്കും ഒപ്പമുള്ള ചിത്രം പുറത്തു വന്നപ്പോഴാണ് ആരാധകർ നടിയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ തിരഞ്ഞു തുടങ്ങിയതും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കഥ ആരാധകരിലേക്ക് എത്തിയതും. അത് ഇങ്ങനെയാണ്. നാടക കലാകാരനാണ് ശ്രുതിയുടെ അച്ഛനായ GV കൃഷ്ണ. അദ്ദേഹം ഒരു നാടക കമ്പനി ഉടമയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാടക സംഘത്തിൽ അഭിനയിക്കാൻ വന്നവരായിരുന്നു രാധയും രുക്മിണിയും. അതീവ സുന്ദരികളായ ഇരട്ട സഹോദരിമാർ. വിവാഹത്തോടെ വേർപിരിയാൻ കഴിയാതിരുന്ന ആ സഹോദരിമാരെ അദ്ദേഹം തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ നാടക കലാകാരന്മാരുടെ കുടുംബത്തിൽ ജനിക്കുകയായിരുന്നു ശ്രുതി എന്ന ഈ പെൺകുട്ടിയും. നടൻ ശരൺ, ഉഷ എന്നിങ്ങനെ 2 മക്കൾ കൂടി ജനിച്ചു. എന്നാൽ ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, ഇതിൽ ഏതു കുട്ടി ഏതമ്മയുടേതാണെന്ന് ഈ കുടുംബം ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ്. 2 അമ്മമാരുടെയും തുല്യമായ സ്നേഹം അനുഭവിച്ചാണ് മക്കൾ 3 പേരും ഇന്നും വളരുന്നത്. ഗിരിജ എന്നായിരുന്നു ശ്രുതിയുടെ യഥാർത്ഥ പേര്. തന്റെ 14ാമത്തെ വയസ്സിൽ നമ്പിദ്രേ നമ്പി ബിട്രേ ബിഡി എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യ ചിത്രങ്ങളിൽ പ്രിയദർശിനി എന്ന പേരാണ് ഉപയോഗിച്ചതെങ്കിലും പിന്നീട് പ്രശസ്ത സംവിധായകൻ ദ്വാരകിഷിന്റെ ശ്രുതി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ചിത്രത്തിന്റെ പേര് തന്നെ തന്റെ സിനിമാ പേരായി സ്വീകരിക്കുകയായിരുന്നു ശ്രുതി. ഈ ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഒരാൾ മാത്രം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രുതി മലയാളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനും, അത് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് CI മഹാദേവൻ 5 അടി 4 ഇഞ്ച് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. തുടർന്ന് മലയാള സിനിമയിൽ സജീവമല്ലായിരുന്നുവെങ്കിലും കന്നഡ സിനിമാ ലോകത്ത് കഴിഞ്ഞ 36 വർഷമായി 150ലധികം സിനിമകളിൽ അഭിനയിച്ച് വലിയ ജനപ്രീതി നേടുവാൻ ശ്രുതിക്ക് കഴിഞ്ഞു. മികച്ച നടിക്കുള്ള കർണാടക സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് 1 തവണയും സ്വന്തമാക്കി. അവാർഡിന് അർഹയാക്കിയ ഗൗഡ്രു എന്ന ചിത്രത്തിന്റെ സംവിധായകൻ S മഹേന്ദറുമായുള്ള 11 വർഷത്തെ വിവാഹ ജീവിതം വേർപിരിയലിലാണ് കലാശിച്ചത്. ഈ ബന്ധത്തിൽ ഗൗരി ശ്രുതി എന്നൊരു മകളുമുണ്ട്. പിന്നീടാണ് 2013 പ്രശസ്ത മാധ്യമപ്രവർത്തകനും കവിയുമായ ചക്രവർത്തി ചന്ദ്രചൂഡിനെ ശ്രുതി വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1 വർഷം തികയും മുൻപ് തന്നെ ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തി. വ്യക്തിജീവിതത്തിലെ ഈ തിരിച്ചടികൾക്കിടയിലും സിനിമയിലും അതോടൊപ്പം രാഷ്ട്രീയത്തിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവാണ് ശ്രുതി കൃഷ്ണ നടത്തിയത്. പ്രതിസന്ധികളെ ഇന്നും ധീരമായി അവർ നേരിട്ടുകൊണ്ട് ഇന്നും കന്നഡ സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമാണ് ശ്രുതി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.